എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഗോൾഡൻ ടൗണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വില്യമിനെയും കാത്തിരിക്കുന്ന ക്യാപ്റ്റൻ യാമീനെയാണ്. ഒരുപാട് നേരം കാത്തിരുന്നിട്ടും വില്യം അങ്ങോട്ട് വരുന്നില്ല. എന്നിട്ടും തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു മനുഷ്യനെന്ന നിലയിൽ ക്യാപ്റ്റൻ യാമി വില്യമിനെ വിശ്വസിക്കുന്നു. അവൻ വരുന്നതും കാത്ത് ക്യാപ്റ്റൻ യാമി അവിടെ തന്നെ നിൽക്കുവാണ്. എന്നാൽ ഇതേ സമയം വിസാർ കിങ്ങിന്റെ അടുത്ത് പോയി തന്റെ രണ്ടാമത്തെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാണ് വില്യം. ഒരു ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ആത്മാക്കൾ. അവർ ഒരേ സമയം ഗോൾഡൻ ടൗണിന്റെ ക്യാപ്റ്റൻ വില്യം വാൻജൻസുമായിരുന്നു, ഐ ഓഫ് ദി മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ലിച്ചുമായിരുന്നു. അങ്ങനെ വിസാർ കിങ്ങിന്റെ കയ്യിലുള്ള മാജിക് സ്റ്റോൺ തട്ടിയെടുത്ത് മനുഷ്യരാശിയെ മുഴുവനായിട്ടും ഇല്ലാതാക്കുമെന്ന് ലിച്ച് പറയുന്നു. ലിച്ചിന്റെ ആക്രമണം പ്രെഡിക്ട് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും ജൂലിയസ് തന്റെ ടൈം മാജിക് ഉപയോഗിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ കാര്യം സംഭവിക്കുന്നത്. നിന്റെ ഫ്യൂച്ചർ ഞാൻ ആൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. എന്നെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുവാണ് വിസാർ കിങ്. എന്നാൽ ആ കാസ്റ്റലിന് മുകളിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നത് റോയൽ ക്യാപിറ്റലിലെ ജനങ്ങൾ കാണുന്നു. പുറത്തു നടക്കുന്നത് എന്താണെന്ന് അറിയാൻ മാർക്സും അങ്ങോട്ട് വരുന്നുണ്ട്. ആ മാജിക് എനർജി അത് വിസാർ കിങ്ങിന്റേതാ. അവരാരുടെ കൂടെയാ ഈ ഫൈറ്റ് ചെയ്യുന്നത്? ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് മാജിക് ഉപയോഗിച്ച് വിസാർ കിങ്ങിനെതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അത് അവനായിരിക്കും, ദ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ലിച്ച്. പക്ഷെ ഇവനെ ഇല്ലാതാക്കാനല്ലേ റോയൽ നൈറ്റ് എന്നൊരു പുതിയ സ്ക്വാഡിനെ ക്രിയേറ്റ് ചെയ്ത് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. പിന്നെ എങ്ങനെയാ അവൻ ഇങ്ങോട്ട് വന്നേ എന്ന് മാർക്സിന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ആ കാഴ്ച കണ്ട് അവിടെയുള്ള മേജേഴ്സ് അങ്ങോട്ട് വരുന്നത്. വിസാർ കിങ് ആരുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അവർക്കും മനസ്സിലാവുന്നില്ല. ഹേയ് മേജേഴ്സ്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മുടെ രാജ്യത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. ഇനിയെല്ലാം സമാധാനത്തോടു കൂടി വേണം ചെയ്യാൻ. ഒരു എടുത്തുചാട്ടം ജൂലിയസിനെ പുറകിലാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ജൂലിയസിനെ തോൽപ്പിക്കാൻ അവനെ കൊണ്ട് പറ്റുമോന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മറ്റ് മാജിക് നൈറ്റ്സിന് ഈ വിവരം അറിയിച്ചേ പറ്റൂ. ഈ മാപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മാജിക് നൈറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലോട്ടും ഈ വിവരം അറിയിക്കണം. സോ ക്രിംസൺ ലയൺസിനും ബ്ലൂ റോസിനും ഗ്രീൻ പ്രൈമിനും മാർക്സ് ആ കാര്യം അറിയിക്കുന്നു. എല്ലാ മാജിക് നൈറ്റ് ക്യാപ്റ്റൻസിനും ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഉണ്ട്. വിസാർ കിങ് ക്ലോവർ കാസ്റ്റലിൽ ഒരാളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ അത് ഐ ഓഫ് ദി മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ലിച്ച് ആണ്. റോയൽ ക്യാപിറ്റലിൽ ഇതിനു മുൻപ് സംഭവിച്ചതുപോലെ ഒരേ സമയം പല സ്ഥലങ്ങളിലായിട്ട് യുദ്ധം ചെയ്യാൻ അവർ തീരുമാനിച്ചു കാണും. സോ എല്ലാ മാജിക് നൈറ്റ്സും ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾ നിങ്ങളുടെ ക്യാപ്റ്റൻസ് പറയുന്നത് ഫോളോ ചെയ്യണം. എല്ലാ ക്യാപ്റ്റൻസും നിങ്ങളുടെ സ്ക്വാഡുകളെ കറക്റ്റായി സജ്ജീകരിച്ച് റോയൽ ക്യാപിറ്റലിൽ എത്തിയിരിക്കണം എന്ന് മാർക്സ് വിളിച്ചു പറയുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ഐ ഓഫ് ദി മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ഡയറക്റ്റ് ആയിട്ട് റോയൽ ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്തെന്നു. എന്റെ ബ്രദറിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ല അവസരം വേറെയില്ല. ഹേയ് സ്ക്വാഡ് മേറ്റ്സ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ സ്ക്വാഡ് ക്യാപ്റ്റൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഐ ഓഫ് ദി മിഡ്നൈറ്റ് സണ്ണിനെ നേരിടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതും നമ്മൾ ഓരോരുത്തരാണ്. എന്റെ ബ്രദർ എപ്പോഴും പറയാറുള്ളത് പോലെ എപ്പോഴും നമ്മൾ ശാന്തത പാലിക്കണം. അതെ, ക്രിംസൺ ലയൺസ് കിങ് ആരാണെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ക്രിംസൺ ലയൺസ് മാജിക് നൈറ്റ്സ് പറയുന്നു. എന്നാൽ ഈ വാർത്ത അറിഞ്ഞ ക്യാപ്റ്റൻ യാമി പെട്ടെന്ന് എന്നെ റോയൽ ക്യാപിറ്റലിലോട്ട് പുറപ്പെടുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും എന്ന് ചിന്തിക്കുകയാണ് യാമി. പിന്നീട് നമ്മൾ കാണുന്നത് വിസാർ കിങ്ങിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിച്ചിനെയാണ്. നിന്റെ ഈ മാജിക് സാധാരണ കാൽനട യാത്രക്കാർക്ക് പോലും പെട്ടെന്ന് കാണാൻ സാധിക്കും. ഒന്ന് മുന്നോട്ട് പോലും നോക്കാതെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും സാധിക്കും. പക്ഷെ ഇത് കേട്ടിട്ടും ലിച്ചിന്റെ മനസ്സ് മാറുന്നില്ല. അവന്റെ മാജിക്കിൽ അവന് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ ക്ലോവർ കിങ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ മാജിനെതിരെയാണ് ലിച്ച് ഇപ്പോ ഫൈറ്റ് ചെയ്യുന്നത്. പെട്ടെന്നാണ് അവന്റെ ഓരോ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന വിസാർ കിങ്ങിന്റെ കാലിൽ കയറി അവൻ പിടിക്കുന്നത്. അവിടെയുള്ള മതിലും ഭിത്തിയിലെല്ലാം ഇടിച്ച് വിസാർ കിങ്ങിനെ അവൻ അങ്ങ് എറിയുന്നു. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട വിസാർ കിങ്ങിനെ വീണ്ടും തന്റെ മാജിക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുവാണ് ലിച്ച്. ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ പരസ്പരം അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ വിസാർ കിങ്ങിന് അത് കാര്യമായി ബാധിക്കുന്നില്ല. ഇപ്പോഴും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിസാർ കിങ്ങിനെ തന്നെ നോക്കി നിൽക്കുവാണ് ലിച്ച്. ഓ, ഈ മനുഷ്യന് ഫ്യൂച്ചർ എത്രത്തോളം കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ് ലിച്ച് അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ തന്റെ ടൈം മാജിക് ഉപയോഗിച്ച് ലിച്ചിന്റെ ആ സ്പെല്ലിനെ അവന് നേരെ തന്നെ പറഞ്ഞു വിടുവാണ് വിസാർ കിങ്. ഇത് ലിച്ചിനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് അവന്റെ പുറകിലോട്ട് വിസാർ കിങ് വരുന്നത്. അവനെ ഇപ്പൊ കൊല്ലൂടാന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ലിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ജസ്റ്റ് മിസ്. നിനക്ക് ഒരുപാട് വേഗതയുണ്ട്. ഞാൻ ഇപ്പോഴും നിന്നെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇല്ല, ആരാ ഇവൻ? ഇവൻ ഒരു മനുഷ്യനാണ്. പക്ഷെ ഇവൻ ചെയ്യുന്നതൊന്നും ഒരു മനുഷ്യനെ പോലെയല്ല. നീ ഇപ്പൊ തന്നെ കീഴടങ്ങുവാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. വാഞ്ചൻസിന്റെ ഈ ബോഡി അത് നശിപ്പിക്കാൻ എനിക്ക് തീരെ ആഗ്രഹമില്ല. ഓ, അതുകൊണ്ടാണല്ലേ ഇവൻ എന്നെ തിരിച്ചടിക്കാത്തത്. ജീവനോടെ എന്നെ പിടിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്റെ 4 ലീവ്സ് ക്ലോവറിനെതിരെ അവൻ ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള ഗ്രിമോരിയ? എവിടെയാണ് അവന്റെ ഗ്രിമോരി? അതെങ്ങനെയായിരിക്കും കാണാൻ? എന്റെ ഗ്രിമോരി കാണാൻ നിനക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. നിനക്കത് കാണണമെങ്കിൽ നീ അങ്ങോട്ട് നോക്ക്. സോ വിസാർ കിങ്ങിന്റെ ഗ്രിമോരി അവന്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പുസ്തകത്തെ പോലെ ആയിരുന്നില്ല അതിന്റെ രൂപം. എന്താ അത്?
അതൊരു ഗ്രിമോയർ ആണോ? ടൈം മാജിക്കും കവറില്ലാത്ത ഗ്രിമോയറും അത് നല്ലതാണോ ചീത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ ആരാണ്? ഞാൻ എന്താണ് നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യങ്ങൾ പലപ്പോഴായി ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. ഞാൻ ഇത്രയൊക്കെ ആയ സമയത്ത് ആ കാര്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ വഴിയിലൂടെ നടന്ന പാത അത് ഞാനായിരുന്നു. ഐ ആം ദ വിസാർഡ് കിങ്. ഇത് കേട്ട് വിസാർഡ് കിങ്ങിനെ തന്നെ നോക്കി നിൽക്കുവാണില്ലേ. ഈ ലോകത്തിന്റെ യുക്തിക്കെതിരെ പോകാൻ ഞങ്ങൾ മാജിക് സ്റ്റോണിന്റെ ശക്തി ഉപയോഗിച്ചു. എന്നാ ഇയാൾ, ഈ മനുഷ്യൻ, ഈ ലോകത്തിന്റെ വിധി ഞങ്ങളിൽ നിന്നും തടയാൻ അവനെ ഇവിടെയാക്കി. അവനാണ് സ്ട്രോങ് ഹോൾഡിന്റെ അവസാന വ്യക്തി. ഒരു വിസാർഡ് കിങ് എന്ന നിലയിൽ ഈ രാജ്യത്തെയും അതിലെ ആളുകളെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ഓ, അങ്ങനെയെങ്കിൽ നീ അത് ചെയ്യുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സീലിംഗ് മാജിക് റിലീസ് എന്ന് പറഞ്ഞില്ലേ തന്റെ മുഴുവൻ പവറും ഉപയോഗിക്കുന്നു. ഇത് കണ്ട വിസാർഡ് കിങ് അവനെ തന്നെ നോക്കുവാണ്. അവന്റെ ആ മാജിക് പവർ അത് ഒരുപാട് എക്സ്പാൻഡ് ആയിരിക്കുന്നു. സോ ക്ലോവർ കിങ്ഡത്തെ മുഴുവനായിട്ടും അവൻ സീൽ ചെയ്യുന്നു. ഇല്ല, ഇത്രയും വലിയ മാജിക് പവർ നിങ്ങൾ മനുഷ്യർ ഞങ്ങളിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തു. ഞങ്ങളുടെ സുഹൃത്തുക്കളെയും സന്തോഷകരമായ നിമിഷങ്ങളെയും ഇല്ലാതാക്കി. അതുപോലെ ഞാൻ തിരിച്ചടിക്കും. അത് യുക്തിയെ തന്നെ ബാധിച്ചാലും നികൃഷ്ടരായ നിങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കും. ഈ രാജ്യം മുഴുവനായിട്ടും കവർ ചെയ്യാനുള്ള മാജിക് പവർ അവന്റെ കയ്യിലുണ്ട്. ആ മാജിക് ഉപയോഗിച്ച് അവൻ ജനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ പോവാണോ? ഒരു പക്ഷേ എനിക്ക് നിന്നെ കൊല്ലാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷേ ഈ രാജ്യത്തെ എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയും. സോ ക്ലോവർ കിങ്ഡത്തിലെ എല്ലാ വില്ലേജിനകത്തും ലിച്ചിന്റെ ആ മാജിക് സ്പെൽ നിറഞ്ഞു കഴിഞ്ഞു. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് മാജിക്. ഓ ഡാമിറ്റ്, എന്താ ഇവിടെ നടക്കുന്ന ജൂലിയസ് എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ യാമി. ഇത് ഇതിനോടകം തന്നെ ഈ രാജ്യത്തെ മുഴുവനായിട്ടും കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിങ്ങനെ തന്നെ പോയാൽ എല്ലാ മനുഷ്യരും നിങ്ങൾക്കുള്ള ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായിക്കോ. ലൈറ്റ് മാജിക് ആരോസ് ഓഫ് ജഡ്ജ്മെന്റ്. സോ ക്ലോവർ കിങ്ഡത്തിലെ എല്ലാ ജനങ്ങളെയും കൊല്ലാൻ ലിച്ച് തയ്യാറെടുക്കുന്നു. എനിക്കൊരു സംശയമുണ്ടായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ എന്തിനാണ് സാധാരണ ജനങ്ങൾക്ക് ഇത്രയും ചെറിയ മാജിക്? സാധാരണക്കാർ എന്തിനാണ് നിലനിൽക്കുന്നതെന്ന് എനിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. എന്തിന് അവരുമായി ഒരു രാജ്യത്തിനകത്ത് കഴിയുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് രണ്ട് മാജിക് നൈറ്റ്സ് പറയുവാണ്. ഇത് കേൾക്കുന്ന ജൂലിയസ് അവരെ തന്നെ നോക്കുന്നു. അവരുടെ കയ്യിൽ വളരെ വലിയ മാജിക് പവർ ഉണ്ടായിരുന്നു. എന്നിട്ടും സ്വന്തം പോക്കറ്റ് നിറക്കാൻ മാത്രമാണ് അവരത് ഉപയോഗിച്ചത്. എന്തുകൊണ്ടായിരിക്കും ഒന്നിനും കൊള്ളാത്ത ഇവരെ പോലെയുള്ള മാജസ് ഇപ്പോഴും നിലനിൽക്കുന്നത്? ഓ, നീയാണല്ലേ ആ വിചിത്രമായ ഗ്രിമോയിലുള്ള മാജിക് നൈറ്റ്. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ജൂലിയസ് അവിടെ നിന്നും പോകുന്നു. തനിക്ക് ചുറ്റുമുള്ള മാജിക് നൈറ്റ്സ് എല്ലാം വളരെ സെൽഫിഷ് ആണെന്ന് വിചാരിക്കുന്ന വിസാർഡ് കിങ് ഒരു ദിവസം ഒരാളെ കാണുന്നു. മാജിക് നൈറ്റിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ കോമണർ സാറ ദ ഐഡിയാളെ. അവന്റെ ആ മാജിക് ശരിക്കും ദുർബലമായിരുന്നു. എന്ന് അവൻ നന്നായി ചിന്തിച്ച ആ ബാറ്റിൽ സ്റ്റൈൽ ട്രാപ്പ് മാജിക് മുഴുവനായി ഉപയോഗിച്ചു. ഇതിനുവേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ അറിയാം. ജൂലിയസിന്റെ കയ്യിലുള്ള ടൈം മാജിക് കണ്ട് സാറയെ ഒരുപാട് അതിശയപ്പെടുന്നു. ഓ, ഇതുപയോഗിച്ച് ഒരു അപകടം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഹേയ് സാറ, നിങ്ങൾക്കും പരുക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഹേയ്, അതൊന്നും കുഴപ്പമില്ല. ഒരു മാജിക് നൈറ്റ് എപ്പോഴും ജനങ്ങളുടെ ജീവന് വേണം മുൻതൂക്കം കൊടുക്കാൻ. ഇത് കേട്ട് ജൂലിയസ് അവനെ തന്നെ നോക്കുവാണ്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഇവനാണ് യഥാർത്ഥ മാജിക് നൈറ്റ്. പക്ഷെ പിന്നീട് എപ്പോഴോ സാറ മരിച്ചെന്ന വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. മഴയുള്ള ആ ദിവസം മരിച്ചുപോയ സാറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജൂലിയസ് അങ്ങോട്ട് വരുന്നു. അവിടെ വെച്ചാണ് സോറയെ ജൂലിയസ് ആദ്യമായി കാണുന്നത്. ഒന്നും മിണ്ടാതെ അവിടെ നിന്നും അവൻ ഓടിപ്പോകുന്നു. ഒരു മാജിക് നൈറ്റ് സ്ക്വാഡ് മെമ്പർ എന്ന നിലയിൽ സാറ തന്റെ കടമകൾ നിറവേറ്റി. സാറയെ പോലെ ഒരു മാജിക് നൈറ്റ് ആവാൻ ഞാനും ഒരുപാട് ആഗ്രഹിച്ചു. ആ ഒരു തിരിച്ചറിവിലേക്ക് ഞാനിപ്പോ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ എല്ലാവരും പറയുന്നു അവന്റെ കൂടെ ജോലി ചെയ്ത സ്ക്വാഡ് മെമ്പേഴ്സ് തന്നെയാണ് അവനെ കൊന്നതെന്ന്. നന്മ, അങ്ങനെയൊരു റൂമർ ഇവിടെ പരത്താൻ സാധിക്കില്ല. താൻ ഉൾപ്പെടാത്ത ഇടങ്ങളിൽ അവൻ ഇടപെടുകയാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നു. ഹേയ്, അത് വിട്ടേക്ക്. അവൻ മരിച്ചുപോയ ഒരു കോമണർ മാത്രമാണ്. ഇല്ല, ഇതൊരിക്കലും ശരിയാവില്ല. ഇത് മാജിക് നൈറ്റ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഈ രാജ്യത്ത് ജനിച്ച എല്ലാവരും അവർ ജനിച്ച ക്ലാസ് നോക്കിയിട്ടാണ് അവരെ വിലയിരുത്തുന്നത്. മുകളിലുള്ളവരെ എപ്പോഴും അഭിമാനികളും താഴെയുള്ളവരെ നിരാശരുമായി കാണുന്നു. മാജിക്കിന്റെയും ഹ്യൂമൻസിന്റെയും പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി വളരെ വലുതായിരുന്നു. പക്ഷേ എന്റെ ശബ്ദം അവർ കേൾക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള ശക്തി വേണം. എനിക്ക് അവിടെ പിടിച്ചു നിൽക്കണം. എനിക്ക് വിശ്വാസം വേണം. നേട്ടങ്ങൾ കൊണ്ടുവരാൻ മാത്രം ഞാൻ എന്നെ തന്നെ മാറ്റിവെച്ചു. തുടർന്ന് ഞാനൊരു വിസാർഡ് കിങ് ആയി മാറി. മാജിക്കും ഹ്യൂമൻസും ഒരുപാട് സ്വതന്ത്രരായിരിക്കണം.
പക്ഷേ അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ പതുക്കെയാണെങ്കിലും ഈ രാജ്യവും അതിലെ ആളുകളും പതിയെ പതിയെ മാറാൻ തുടങ്ങി. ഞാൻ വിശ്വസിച്ചവരുടെ ശക്തി കൊണ്ട് എന്റെ അംഗീകാരം ലഭിച്ചവർ, അവരുടെ അംഗീകാരം ലഭിച്ചവരുടെ ശക്തിയും. സോ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ബിക്കോസ് ഞാൻ ഒരു വിസാർഡ് കിങ് ആണ്. ടൈം റിവേഴ്സൽ മാജിക്, ക്രോണോ അനസ്താസിസ്. സോ ടൈം റിവേഴ്സൽ മാജിക് ഉപയോഗിച്ച് സമയത്തെ പുറകോട്ട് കൊണ്ടുപോവാണ് വിസാർഡ് കിങ്. ജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ലിച്ചിന്റെ ആ സ്പെല്ലിനെ വിസാർഡ് കിങ് പൊടിച്ച് പപ്പടമാക്കി മാറ്റുന്നു. ഇവിടെയുള്ള എല്ലാവരെയും അവസാനം രക്ഷിക്കണമെങ്കിൽ ടൈം മാജിക് ശരിക്കും വളരെ ശക്തമാണ്. പക്ഷേ നീ സേവ് ചെയ്ത് വെച്ച എല്ലാ സമയവും മാജിക് പവറും നീ ഉപയോഗിച്ചതായി എനിക്ക് തോന്നുന്നു. എന്റെ ഈ അറ്റാക്ക് ഒരു പക്ഷേ നീ ശ്രദ്ധിച്ചു കാണും. പക്ഷെ അത് തടയാൻ നീ ശ്രമിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു. ബിക്കോസ് നീ ഒരു വിസാർഡ് കിങ് ആണ്. എന്നാൽ ഇതിനോടകം അങ്ങോട്ട് വന്ന യാമിക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വിസാർഡ് കിങ്ങിനെ അറ്റാക്ക് ചെയ്യുവാണ് ലിച്ച്. നീ ഒരു വിസാർഡ് കിങ് ആണ്, അതാണ് നിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അങ്ങനെ താഴോട്ട് വീഴുന്ന വിസാർഡ് കിങ്ങിന്റെ കയ്യിൽ നിന്നും ആ 2 മാജിക് സ്റ്റോൺ കൈക്കലാക്കുവാണ് ലിച്ച്. എന്നാൽ തന്നെ താനാക്കി മാറ്റിയ വിസാർഡ് കിങ്ങിനെ തന്റെ കൺമുമ്പിൽ വെച്ച് കൊല്ലുന്നത് കാണുവാണ് ക്യാപ്റ്റൻ യാമി. ഇവിടെ എന്താണ് നടക്കുന്നത്? പറ വാഞ്ചൻസ്.